ബഹിരാകാശ വാഹനങ്ങളെപ്പറ്റിയും ബഹിരാകാശ യാത്രകളെപ്പറ്റിയുമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ചുവടെ ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ബഹിരാകാശ വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് തുടർച്ചയായി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? ഇത് വളരെ ഉയർന്ന വേഗത്തിൽ വർഷങ്ങളോളം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ധനമൊന്നും നിറയ്ക്കണ്ടേ? ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് എറണാകുളത്ത് പോവുകയാണെങ്കിൽ ആ കാറിൻ്റെ ഉള്ളിൽ ഇന്ധനം നിറയ്ക്കണം. ആ ഇന്ധനം തീരുമ്പോൾ വീണ്ടും നിറയ്ക്കണം. അല്ലാതെ അതിന് തുടർച്ചയായി യാത്ര ചെയ്യാൻ കഴിയില്ല. അത് സഞ്ചരിക്കാനുള്ള എനർജി അതിന് ഇന്ധനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഒരു വിമാനമായിക്കോട്ടെ, കപ്പലായിക്കോട്ടെ, ഇതിനെല്ലാം തുടർച്ചയായി ഇന്ധനം നിറച്ചുകൊണ്ടേയിരിക്കണം. അതായത് തുടർച്ചയായി ഇന്ധനം ഇതിനാവശ്യമാണ്. അതും അതിവേഗതയിലാണ് പോകുന്നത്. മണിക്കൂറിൽ 21,000 കിലോമീറ്റർ വേഗതയിൽ, അതായത് സെക്കൻഡിൽ 8 കിലോമീറ്റർ വേഗതയിലാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ സഞ്ചരിക്കുന്നത്. അതുപോലെ അപ്പോളോ യാത്രികർ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് 3 ദിവസം കൊണ്ട് 3.5 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തുള്ള ചന്ദ്രനിലെത്തുന്നു. അവിടുത്തെ ദൗത്യമൊക്കെ കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് ഇവിടെ തിരിച്ചു വരുന്നു. അതുപോലെ ചൊവ്വയിലേക്ക് പോകുന്ന പേടകങ്ങൾ ഇവിടെ നിന്ന് വിക്ഷേപിച്ച് 7-8 മാസങ്ങൾ കഴിഞ്ഞ് കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ചൊവ്വയിലെത്തുന്നു. 1979 വിക്ഷേപിച്ച വോയേജർ പേടകം സൗരയൂഥവും കടന്ന് ഇപ്പോഴും തുടർച്ചയായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇതിനെപ്പറ്റി പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കുറച്ചുകൂടി വിശദമായി പുതിയ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നു. നമസ്കാരം കൂട്ടുകാരെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഈ പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരിലേക്കും ശാസ്ത്ര കുതുകികളിലേക്കുമൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുക. കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ചോദ്യം: എങ്ങനെയാണ് ഈ ബഹിരാകാശ വാഹനങ്ങൾ മാസങ്ങളോളവും വർഷങ്ങളോളവും തുടർച്ചയായി ഇന്ധനമൊന്നും നിറയ്ക്കാതെ യാത്ര ചെയ്യുന്നത് എന്ന്? നമ്മുടെ പ്രായോഗിക പരിതസ്ഥിതിയിൽ പ്രായോഗികമായ അറിവ് വെച്ച് നോക്കുമ്പോൾ അതൊരു ന്യായമായ സംശയമാണ്, അത്ഭുതപ്പെടുത്തുന്ന ഒരു സംശയവുമാണ്. നോക്കൂ, നാം ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ. പ്രധാനമായും 3 ചലന നിയമങ്ങളാണ് ന്യൂട്ടൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലെ 3-ാം ചലന നിയമം വളരെ 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 വിഖ്യാതമാണ്. നമ്മുടെ സോഷ്യൽ കോണ്ടക്സ്റ്റിൽ പോലും ആ നിയമം നാം പല പ്രാവശ്യം ഉപയോഗിക്കാറുണ്ട്. എന്താണ്? എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ആ നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് റോക്കറ്റുകളും ജെറ്റ് വിമാനങ്ങളും മിസൈലുകളും എല്ലാം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ വിഷയം, ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമമാണ്. അതിന് ലോ ഓഫ് ഇനേർഷ്യ എന്നും പറയും. എന്താണത്? എനി ഒബ്ജക്റ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിൽ കണ്ടിന്യൂ അണ്ടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു, അതിൻ്റെ പുറത്ത് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, പുറത്തുനിന്ന് ഒരു ബലം കൊടുക്കാതെ ആ സാധനം അവിടെ നിന്ന് അനങ്ങില്ല. അനങ്ങാതെ അങ്ങനെ അതെത്ര കാലം വേണമെങ്കിൽ അവിടെ ഇരിക്കും. അതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം സ്പീഡിൽ ഒരേ വേഗതയിൽ തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവും അതിൻ്റെ പുറത്ത് മറ്റൊരു ബലം അപ്ലൈ ചെയ്യപ്പെടാത്ത കാലത്തോളം അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ ബഹിരാകാശ വാഹനങ്ങളുടെ യാത്രയുടെ രഹസ്യം. ഭൂമിയും ചന്ദ്രനും ഗ്രഹങ്ങളും എല്ലാം തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ശാസ്ത്രവും ഇത് തന്നെയാണ്, ഈ ലോ ഓഫ് ഇനർഷ്യ. അതായത് ഈ ബഹിരാകാശ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ഭൂമിയിൽ കാറോ വിമാനമോ കപ്പലോ സഞ്ചരിക്കുന്നത് പോലെയല്ല. ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഒരു വസ്തുവിന് അതിന് ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്ന ആ ഒരു തള്ളൽ ശക്തി കൊടുക്കുകയാണെങ്കിൽ ശൂന്യാകാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ ഒന്നുമില്ല അവിടെ. അത് തുടർച്ചയായി ആ വേഗത നിലനിർത്തി അത് എന്നും പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ ഭൂമിയിൽ കാറും ബസ്സും ഒക്കെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? അത് സഞ്ചരിക്കുന്നത് ഫ്രിക്ഷൻ, ഘർഷണത്തിനെ അടിസ്ഥാനമാക്കിയാണ്. ആ ടയറും റോഡും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ, അതിൻ്റെ അകത്തെ എൻജിനിലെ പൽചക്രങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻ, അങ്ങനെ ഫ്രിക്ഷൻ എന്ന ആ ഒരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂമിയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പോകുന്ന ഫോഴ്സിന്
പോകുന്ന ഡയറക്ഷന് എതിരെ പ്രവർത്തിക്കുന്ന ബലമാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ഈ ലോ ഓഫ് ഇനർഷ്യ പ്രകാരം തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഘർഷണം എതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. എതിരെ പ്രവർത്തിച്ചാൽ നിൽക്കും എന്നാണല്ലോ പറയുന്നത്. എതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ഘർഷണം, ഫ്രിക്ഷൻ എതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതവിടെ നിൽക്കും. അതുപോലെ വിമാനമാണെങ്കിൽ അത് വായുവുമായിട്ടുള്ള കോണ്ടാക്റ്റ്, ആ ഫ്രിക്ഷനാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ആ വായുവിൻ്റെ പ്രതിരോധം അതിനെപ്പോഴും ഉണ്ടാകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വായുവിൻ്റെ പ്രതിരോധം കാരണം ഇതിൻ്റെ വേഗത കുറയും. ആ വേഗത കുറയുമ്പോൾ ആ വേഗത നിലനിർത്താനും അതിനെ ഓവർകം ചെയ്യാനും കൂടുതൽ ഫോഴ്സ് അതിന് ആവശ്യമുണ്ട്. ആ ഫോഴ്സാണ് ഇന്ധനം കത്തി എൻജിൻ ഉണ്ടാക്കുന്ന ആ ത്രസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ തുടർച്ചയായി പ്രൊപ്പൽഷൻ, ബലം കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ ഘർഷണത്തെ അതിജീവിച്ച് ഈ വാഹനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ ഘർഷണത്തിനെ ഉപയോഗിക്കുന്നതിനോടൊപ്പം അതിനെ അതിജീവിക്കുകയും വേണം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഭൂമിയിൽ ഓടുന്ന വാഹനങ്ങൾക്കുണ്ട്. എന്നാൽ ബഹിരാകാശത്ത് ഘർഷണത്തിനെ ഉപയോഗിച്ചല്ല പോകുന്നത്. അവിടെ ഘർഷണമില്ല, അവിടെ ഒന്നുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. അവിടെയും ഉപയോഗിക്കുന്നത് ഈ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിലെ ആ ഒരു ഭാഗമാണ്. ഒരു യൂണിഫോം വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒന്നും തടസ്സപ്പെടുത്താനില്ലെങ്കിൽ അത് തുടർച്ചയായി അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതായത് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഒരു വാഹനത്തിന് ഒരൊറ്റ വേഗത, ഒരൊറ്റ ത്രസ്റ്റ് ആദ്യം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊരു ബലത്തിൻ്റെ ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇന്ധനമൊഴിക്കേണ്ട ആവശ്യമില്ല. ആ കൊടുക്കുന്ന ത്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ത്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ബലവും വേഗതയും ഒരിക്കൽ ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊരു ബലം, വേറൊരു പ്രൊപ്പൽഷൻ്റെ ആവശ്യമില്ല. അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് വോയേജർ ഇപ്പോൾ കോടിക്കണക്കിന് കിലോമീറ്റർ സൗരയൂഥവും താണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണ് ചൊവ്വയിലേക്കും ശുക്രനിലേക്കും ഒക്കെ പേടകങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു സംശയം വരും. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ ത്രസ്റ്ററുകളെ പറ്റി പറഞ്ഞിരുന്നു, ബഹിരാകാശ പേടകങ്ങളിലെ ഇന്ധനത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ആ ഇന്ധനങ്ങൾ തീർന്നു പോയി കഴിഞ്ഞാൽ ബഹിരാകാശ പേടകത്തിൻ്റെ ആയുസ് കഴിഞ്ഞു എന്നും പറഞ്ഞിരുന്നു. ബഹിരാകാശ പേടകങ്ങൾക്ക് ഇന്ധനം ആവശ്യമില്ലെങ്കിൽ പിന്നെന്തിനാണപ്പാ ഈ ഇന്ധനത്തിൻ്റെ കാര്യം പറയുന്നത്? അതൊരു കൺഫ്യൂഷനാണ് അല്ലേ? പറയാം. ബഹിരാകാശ പേടകങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് രണ്ട് പർപ്പസിനാണ്. ഒന്ന്, അതിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കണം. അതിൽ ക്യാമറകളുണ്ട്, ബാറ്ററികളുണ്ട്, മറ്റ് പല സയൻറ്റിഫിക് ഉപകരണങ്ങളുണ്ട്. അതിനൊക്കെ എനർജി ആവശ്യമാണ്. അതിൻ്റെ ബാറ്ററികൾ ചാർജ് ചെയ്യേണ്ടതുണ്ട്. ഇതൊരു പർപ്പസ്. മറ്റൊരു പർപ്പസ്, അതിവേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേടകം, ആ പേടകത്തിൻ്റെ ഡയറക്ഷനൊന്ന് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ വേഗത ഇത്തിരി കുറയ്ക്കണം. എന്താ ചെയ്യുക? ഈ ലോ ഓഫ് ഇനർഷ്യ പ്രകാരം അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ വേഗത കുറയുകയോ ഡയറക്ഷൻ മാറുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ. ആ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പേടകത്തിൽ ത്രസ്റ്ററുകൾ ഉള്ളത്, ചെറു റോക്കറ്റുകൾ ഉള്ളത്. ആ ചെറു റോക്കറ്റുകൾക്കും ഇന്ധനം ആവശ്യമാണ്. അങ്ങനെ ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് ബഹിരാകാശ പേടകങ്ങളിൽ ഇന്ധനവും ഇതേപോലെ ത്രസ്റ്ററുകളും എല്ലാം ഉള്ളത്. ഇത് തീർന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതവിടെ വെറുതെ നിൽക്കുകയൊന്നുമല്ല. ഭൂമിയുടെ സമീപത്താണെങ്കിൽ അത് അന്തരീക്ഷത്തിലേക്ക് കയറി കത്തിപ്പോകും കാലക്രമേണ. എന്നാൽ വളരെ ദൂരെയുള്ള പേടകങ്ങളാണെങ്കിലോ അതങ്ങനെ ഏതവസ്ഥയിലാണോ അതുള്ളത് ആ അവസ്ഥയിൽ തന്നെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഒരു ജഡവസ്തുവായി, പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ലാത്തൊരു സാധനമായിട്ട് അതിങ്ങനെ ഭൂമിയെ വലം വെച്ചുകൊണ്ടേയിരിക്കും. ചന്ദ്രനിലേക്ക് ഭാരതം വിക്ഷേപിച്ച ചന്ദ്രയാൻ 1, 2 ഇതിൻ്റെയൊക്കെ ഓർബിറ്ററുകൾ, അതിൻ്റെ ഇന്ധനമൊക്കെ തീർന്നു. ഇപ്പോഴും അതവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊരു ജഡവസ്തുവായി അവിടെ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ചാന്ദ്രയാൻ, മംഗൾയാൻ പേടകം ചൊവ്വയിലേക്ക് അയച്ചത്, അതിൻ്റെ 7 വർഷത്തെ ആയുസ് കഴിഞ്ഞു. അതിലെ ഇന്ധനങ്ങൾ തീർന്നു, അതിലെ ക്യാമറകൾ പ്രവർത്തനരഹിതമായി. പക്ഷേ ആ പേടകം അതങ്ങനെ തന്നെ അവിടെ കിടന്ന് ചൊവ്വയെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് എന്താണെന്നോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു നിവൃത്തിയുമില്ല. അതിൽ നിന്ന് സിഗ്നലുകളൊന്നും വരുന്നില്ല, സിഗ്നലുകൾ അയക്കേണ്ട ട്രാൻസ്മിറ്ററുകൾ പ്രവർത്തിക്കുന്നില്ല, അതിൽ ബാറ്ററി ഇല്ല. അതങ്ങനെ ജഡവസ്തുവായി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി ജഡവസ്തുക്കളെ പോലെ ഈ പേടകങ്ങളും അങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കണം. ഉപകരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അതിൽ ഇന്ധനം വേണം, ഊർജം വേണം, ബാറ്ററി വേണം. അങ്ങനെയാണ് ചെയ്യുക. ബാറ്ററികൾ തീർന്നു, ഇന്ധനം തീർന്നു, അതിൻ്റെ ആയുസ്സും കഴിഞ്ഞു. അത്രയേ ഉള്ളൂ അത്. അപ്പോഴിവിടെ മറ്റൊരു സംശയം വരും. ഭൂമിയെ ചുറ്റുന്ന പേടകങ്ങൾ സ്ട്രെയിറ്റ് ലൈനിലല്ലല്ലോ ചുറ്റുന്നത്, അത് വട്ടത്തിൽ വലം വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോഴല്ലേ, വട്ടത്തിൽ സഞ്ചരിക്കുന്നതല്ലല്ലോ. അത് ന്യായമായ ഒരു സംശയമാണ്. ഇതാ കണ്ടോളൂ, ഇങ്ങനെയാണത് സംഭവിക്കുന്നത്. ലോ ഓഫ് ഇനർഷ്യ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണല്ലോ, ഒരു വസ്തുവിനെ പറ്റിയാണല്ലോ പറയുന്നത്. പക്ഷേ സാറ്റലൈറ്റുകൾ ഭൂമിയെ ചുറ്റുന്നത് സർക്കുലർ ഓർബിറ്റിലാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഈ ലോ ഓഫ് ഇനർഷ്യ, അതായത് പുറത്തുനിന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം അത് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എന്നത് അപ്ലൈ ചെയ്യപ്പെടും, അതെങ്ങനെ ബാധകമാകും എന്നുള്ളതാണല്ലോ ന്യായമായ ചോദ്യം. എന്താണ് ഒരു സർക്കുലർ മോഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു വസ്തു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടേയിരിക്കുമല്ലോ, സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ വസ്തുവിൻ്റെ മേളിൽ ഇവിടെ നിന്ന് ഇങ്ങനൊരു ഫോഴ്സ് വന്നു. അപ്പോൾ എന്ത് പറ്റും? അതിങ്ങോട്ട് മാറും. ഇവിടെ നിന്ന് വീണ്ടും ഒരു ഫോഴ്സ് വന്നു, അത് ഇതാ ഇങ്ങോട്ട് മാറും. ഇവിടെ വെച്ച് വീണ്ടും ഒരു ഫോഴ്സ് വന്നു, എന്ത് പറ്റും? അതിങ്ങോട്ട് മാറും. ഇവിടെ വന്ന് വീണ്ടും ഒരു ഫോഴ്സ് വന്നു, അത് ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഇങ്ങനെ തുടർച്ചയായി ആ വസ്തുവിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു സംഭവം അതൊരു സർക്കുലർ മോഷനായി മാറും. തുടർച്ചയായി ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ട് ഇങ്ങനെ ഒരു കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് എവിടെ നിന്ന് വരുന്നു? ഇതാണൊരു സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ ഓരോ മൊമെൻറ്റിലും അതിൻ്റെ മേളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അതെവിടെ നിന്ന് വരുന്നു? ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈ തുടർച്ചയായ ഫോഴ്സ് എങ്ങനെ വരുന്നു? നാം കണ്ടിട്ടുണ്ടല്ലോ, നമുക്കറിയാം. ഒരു വസ്തു കയറിൽ കെട്ടി കറക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇതൊരു സർക്കുലർ മോഷനാണ്. ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, ഈ വസ്തുവിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സ് തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇത് ഭൂമി, ഇവിടെ ഒരു ഉപഗ്രഹം. ഈ ഭൂമിയും ഈ ഉപഗ്രഹവും തമ്മിൽ, ഈ വസ്തുവും തമ്മിൽ ഒരു ബലം, അദൃശ്യമായ ഒരു ബന്ധമുണ്ട്. ഒരു വസ്തു കയ്യിൽ കെട്ടി കറക്കുന്നത് പോലെ, ഒരു കയറിൽ കെട്ടി കറക്കുന്നത് പോലെ ഈ വസ്തുവിൽ നിന്ന് ഈ ഭൂമിയുടെ സെൻറ്ററിലേക്കൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൻ്റെ പേരാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. എവിടെ ഒരു ഫോഴ്സ് ഉണ്ടോ അവിടെ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സും ഉണ്ടാകും. ന്യൂട്ടൻ്റെ 3ാം ചലന നിയമമാണ്. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സും ബാലൻസ്ഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ തുടർച്ചയായി അതിൽ ഒരു ബലം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണോ ഒരു സർക്കുലർ മോഷനായി മാറുന്നത്, അതേപോലെ തന്നെ ഈ ഫോഴ്സ്, ഈ ഭൂമിയുടെ ഈ രണ്ട് ഫോഴ്സുകളും ചേർന്ന് തുടർച്ചയായി ഈ ഉപഗ്രഹത്തിൽ, ഈ വസ്തുവിൽ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ഇത് ഒരു സർക്കുലർ മോഷനായി മാറും. അങ്ങനെ മാറുമ്പോൾ, അതായത് തുടർച്ചയായി ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മോഷൻ, അതിൻ്റെ ചലനം, അത് സ്ട്രെയിറ്റ് ലൈനിന് പകരം സർക്കുലർ മോഷനായി മാറുന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം, ലോ ഓഫ് ഇനർഷ്യ, ഒരു ഉപഗ്രഹത്തിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത്. അതായത് സുഹൃത്തുക്കളെ, ഭൂമിയെ ഒരു പേടകം വലം വയ്ക്കുന്നത് നമ്മൾ ഒരു പന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഒരു കയറിലോ നൂലിലോ കെട്ടി ഇതാ ഇങ്ങനെ കറക്കുന്നത് പോലെയാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നൂലിലൂടെ, ഈ കയറിലൂടെ ഒരു ബലം നമ്മുടെ കയ്യിലേക്ക് വരും, ഒരു ബലം അതിന് പുറത്തേക്കും പോകും. അങ്ങനെ ഈ ഭൂമിയും പേടകവും തമ്മിൽ അദൃശ്യമായ ഒരു ചരടിനാൽ ബന്ധപ്പെടുത്തി ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾ തുടർച്ചയായി പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊരു വസ്തുവും
മറ്റൊന്നിനെ പ്രദക്ഷിണം ചെയ്യുന്നത്, ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതും ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നതും എല്ലാം അങ്ങനെയാണ്. ഈ പറഞ്ഞതുപോലെയാണ് ഈ ചന്ദ്രനിലും ഭൂമിയിലുമൊക്കെ ലോ ഓഫ് ഇനേർഷ്യ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബഹിരാകാശ പേടകങ്ങൾ ഇന്ധനമില്ലാതെ തുടർച്ചയായി യാത്ര ചെയ്യുന്നത് എന്ന സംശയം മാറിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.